സംസ്ഥാന ബജറ്റിൽ കൈനിറയെ ലഭിച്ച് പൊന്നാനി മണ്ഡലം 115 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റിൽ കൊള്ളടിച്ചു പൊന്നാനി. എല്ലാ മേഖലകൾക്കും ഊന്നൽ നൽകിയുള്ള പദ്ധതികൾക്കാണ് മണ്ഡലത്തിൽ അംഗീകാരം ലഭിച്ചത്. പൊന്നാനി തീരദേശ സംരക്ഷണത്തിനായി ഭിത്തി നിർമ്മിക്കാൻ 3 കോടി രൂപ വകയിരുത്തി. നിർമ്മാണത്തിന് ആവശ്യമായി വരുന്ന ബാക്കി തുക നബാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും സ്വീകരിക്കും. സംസ്ഥാനത്ത് കൊച്ചി ബിനാലയ്ക്ക് സമാനമായി പൊന്നാനിയിലും ബിനാലെ സംഘടിപ്പിക്കാനും തുക നീക്കിവെച്ചിട്ടുണ്ട്. മലബാർ തിൻഡിസ് കൾച്ചറൽ ബിനാലെ എന്ന പേരിലായിരിക്കും കടലോരവും ഭാരതപ്പുഴയോരവും കേന്ദ്രീകരിച്ച് പൊന്നാനി ബിനാലെ നടക്കുക. കനോലി കനാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാനത്തിന് അനുവദിച്ച 60 കോടി രൂപയുടെ പദ്ധതിയിൽ പൊന്നാനിയും ഉൾപ്പെടും. കൂടാതെ പൊന്നാനി കടൽ പായൽ കൃഷിയും സമുദ്ര കേജ് മത്സ്യകൃഷിയും പരിപോഷിപ്പിക്കാൻ 10 ലക്ഷം, ആലിക്കൽ തോട് സ്ലാബ് നിർമ്മാണവും സൗന്ദര്യവൽക്കരണവും 3 കോടി, കർമ്മ റോഡ് ചമ്രോട്ടം പാലം എക്സ്റ്റൻഷന് 10 കോടി, ചങ്ങരകുളം താടിപ്പടി റോഡ് നിർമ്മാണത്തിന് 1 കോടി 50 ലക്ഷം രൂപ, വെളിയങ്കോട് GLP സ്കൂൾ പുതിയ കെട്ടിട നിർമ്മാണത്തിന് 1 കോടി 50 ലക്ഷം രൂപ, പൊന്നാനി എടപ്പാൾ കരിങ്കല്ലത്താണി അയനിച്ചിറ റോഡ് കായൽ ടൂറിസം വികസനത്തിന് 5 കോടി രൂപ, പൊന്നാനി KSRTC സബ് ഡിപ്പോ പശ്ചാത്തല സൗകര്യ വികസനത്തിന് 1 കോടി രൂപ, കടവനാട് കായൽ പൂക്കൈതക്കടവ് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കലിന് 2.5 കോടി രൂപ, ഹൈഡ്രോഗ്രാഫിക് സബ് സെന്റർ പുതിയ കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ, മാർജരി വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ, പൊന്നാനി പഴയ ദേശീയപാത മുതൽ ബീച്ച് റോഡ് വരെ നവീകരിക്കുന്നതിന് 1 കോടി രൂപ, പൊന്നാനി പോലീസ് സ്റ്റേഷൻ കെട്ടിട നവീകരണത്തിന് 1 കോടി രൂപ, പുതുപൊന്നാനി മുനമ്പം വള്ളം പ്രവേശന കവാടം വീതി കൂട്ടലിന് 1 കോടി രൂപ, പുതുപൊന്നാനി മാട്ടുമ്മൽ ബീച്ച് ടൂറിസം കോറിഡോറിന് 25 ലക്ഷം രൂപ, BM മുതൽ കുന്നംകുളം വരെയുള്ള നൂറടിത്തോട് ജലപാത സാധ്യതാ പഠനത്തിന് 25 ലക്ഷം രൂപ, കണ്ടുകുറുമ്പക്കാവ് ക്ഷേത്രം അയ്യപ്പഭക്ത ഇടത്താവളത്തിന് 1 കോടി രൂപ, പൂക്കെയ്തപ്പുഴ അരുവികെട്ടി സംരക്ഷിക്കുന്നതിനും വള്ളംകളി പവലിയൻ നിർമ്മാണത്തിന് 3 കോടി രൂപ, PT മോഹനകൃഷ്ണൻ സ്മാരക താഴത്തേൽപ്പടി പെരുമുടശ്ശേരി റോഡ് നിർമ്മാണത്തിന് 2 കോടി രൂപ, കർമ്മ റോഡ് സൗന്ദര്യവൽക്കരണവും പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മാണത്തിനുമായി 4 കോടി രൂപ, BM പാർക്ക് പുളിക്കക്കടവ് തൂക്കുപാലം കുണ്ടുകടവ് പാലം കനോലി കനാൽ റോഡ് നിർമ്മാണത്തിന് 3 കോടി രൂപ, ആലങ്കോട് പഞ്ചായത്തിൽ പന്താവൂർ സാഹിത്യ പാർക്ക് നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ, പുതുപൊന്നാനി മുനമ്പം പുതുപൊന്നാനി പാലം റോഡ് നിർമ്മാണത്തിന് 2 കോടി രൂപ, പുതുപൊന്നാനി മഹദറപ്പള്ളി ജെറിയാട്രിക് പാർക്ക് നിർമ്മാണത്തിന് 1 കോടി രൂപ, പൊന്നാനി താലൂക്ക് ആശുപത്രി കാത്ത് ലാബ് സ്ഥാപിക്കാൻ 2 കോടി രൂപ, പെരുമ്പടപ്പ് 62-ാം നമ്പർ അംഗൻവാടി റോഡ് നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ, സ്രായിക്കടവ് ടൂറിസം പദ്ധതി സാധ്യതാ പഠനത്തിന് 20 ലക്ഷം രൂപ, കോക്കൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ചുറ്റുമതിൽ നിർമ്മാണത്തിന് 1 കോടി രൂപ, പാരപ്പെട്ടി ബീച്ച് റോഡ് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് 1 കോടി 80 ലക്ഷം രൂപ എന്നിവയാണ് ബജറ്റിൽ മാറ്റിവെച്ച തുക.